ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോലന്മാരായ 12 ശിഷ്യന്മാരുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ആരാധനക്രമവത്സരത്തിലെ കൈത്താക്കാലത്തിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. ഒരു കർഷകന് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്നത് യഥാസമയത്ത് കൃഷി ഇറക്കി നല്ല പരിപാലനം നൽകി ആ കൃഷിയിൽ നിന്ന് നല്ല വിളവെടുപ്പ് കിട്ടുമ്പോഴാണ്. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനൽ അല്ലെങ്കിൽ വിളവെടുപ്പ് എന്നൊക്കെയാണ്. സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ വഴിയായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഭ വളർന്ന് പന്തലിച്ച് സുവിശേഷത്തിൻ്റെ ഫലം നൽകുന്നതിനെയാണ് കൈത്താ കാലഘട്ടത്തിൽ സഭ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ഈശോ തൻ്റെ സുവിശേഷ ദൗത്യം ലോകത്തിന് മുഴുവൻ നൽകുന്നതിന് വേണ്ടി തനിക്കേറെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരെ പേര് ചൊല്ലി വിളിച്ച് ചില പ്രത്യേക അധികാരങ്ങൾ നൽകി സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അവരെ അയക്കുകയാണ്. ഈശോ ഈ 12 ശിഷ്യന്മാരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നതിന് ചില പഴയ നിയമ പശ്ചാത്തലങ്ങളുണ്ട്. വളരെ പ്രത്യേകമായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യാക്കോബിൻ്റെ 12 മക്കളും ആ 12 മക്കളുടെ പേരിലുള്ള 12 ഗോത്രങ്ങളും അതിനൊക്കെ പശ്ചാത്തലമായി നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ പേര് ചൊല്ലി വിളിച്ച് തനിക്കുള്ള അധികാരമൊക്കെ നൽകി സുവിശേഷ പ്രഘോഷത്തിനായിട്ട് ശിഷ്യന്മാരെ അയക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്തുവാനായിട്ട്, വചനം പ്രഘോഷിക്കുവാനായിട്ട്, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനായിട്ട്, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാനൊക്കെ ആയിട്ട്. ഈശോ എന്തൊക്കെയാണോ ഈ ഭൂമിയിൽ ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെ തൻ്റെ ശിഷ്യന്മാരിലൂടെ, തിരുസഭയിലൂടെ ലോകത്തിൻ്റെ അവസാന നാളുവരെ തുടരണമെന്ന് ഈശോയുടെ അതിയായ ആഗ്രഹമാണ് ശിഷ്യന്മാരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളിലേക്ക് അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ ശിഷ്യന്മാരെ ഈശോ അയക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആ ശിഷ്യന്മാരുടെ പ്രവർത്തനം വഴിയായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഭ ഇന്നും ഈ ശുശ്രൂഷ തുടരുന്നുണ്ട്. ആ ശുശ്രൂഷ തുടരുന്നതിന് വേണ്ടി ഈശോയ്ക്കും സഭയ്ക്ക് എന്നെയും നിങ്ങളെയും ആവശ്യമാണ്. ഈശോ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് ഈശോയുടെ ഈ ശുശ്രൂഷ ദൗത്യം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് നടത്തുവാനായിട്ട്. മാമോദിസയാകുന്ന കൂദാശ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ള പേരിനൊപ്പം തന്നെ മറ്റൊരു പേര് കൂടി നൽകി, ഒരു വിശുദ്ധിയുടെ പേര് നൽകി ഈശോ നമ്മളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത് ഈ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എൻ്റെ ജീവിതം വഴിയായി, എൻ്റെ പ്രവർത്തനങ്ങൾ വഴിയായി, എൻ്റെ സംസാരം വഴിയായി ഞാൻ മറ്റുള്ളവർക്ക് ഈശോയുടെ സുവിശേഷമായി മാറുന്നുണ്ട്? സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്തകൾ നൽകുന്നതാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതിന് പകരം അവരുടെ മുറിവുകൾ ഉണക്കുന്നതാണോ? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷം നൽകുന്നുണ്ടോ, അതെയോ അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കുകയാണോ ചെയ്യുന്നത്? യേശു സംസാരിച്ചതുപോലെ സംസാരിക്കുന്നതിന് വേണ്ടിയും, മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തൊട്ടറിയുന്നതിന് വേണ്ടിയും, രോഗികളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയും, പാപികളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയും, എന്നാൽ പാപത്തെ വെറുക്കുന്നതിനൊക്കെയായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈശോയുടെ 12 ശിഷ്യന്മാർ അവർ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ സമൂഹത്തിലെ വിവിധ സ്റ്റാറ്റസ് ഉള്ളവരായിരുന്നു.
പത്രോസ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്കറിയാം. അദ്ദേഹത്തിന് പ്രായമുള്ള വ്യക്തിയായിരുന്നു, മുക്കുവനായിരുന്നു. പ്രായം കുറഞ്ഞ യോഹന്നാനുണ്ട്, ചുങ്കക്കാരനായ മത്തായിയുണ്ട്. സമൂഹത്തിലെ വിവിധ ജോലികൾ ചെയ്യുന്ന വിവിധ വ്യക്തികളെയാണ് ഈശോ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ സുവിശേഷം ശ്രവിക്കുന്ന, ഓരോ ഞായറാഴ്ചയിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കപ്പെട്ട നമുക്ക് ഈശോയുടെ യഥാർത്ഥ ശിഷ്യനായി തീരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ് എന്തുമായിക്കോട്ടെ, ജോലി എന്തുമായിക്കോട്ടെ, അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ സ്ലേഹന്മാരെ പോലെ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈശോ വിളിച്ചപ്പോൾ മറ്റെല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈശോയുടെ ശിഷ്യരായി തീർന്നവരാണ് ഈ 12 അപ്പസ്തോലന്മാർ. സുവിശേഷത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ പൂർണ്ണമായി നൽകിയവരാണ്. അതിൽ യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് ബാക്കി 11 പേരും രക്തസാക്ഷിത്വം വരിച്ച് മരണമടഞ്ഞവരാണ്. യോഹന്നാൻ ശ്ലീഹയാകട്ടെ മരിക്കുന്നിടം വരെ ഈശോ ഈശോ അല്ലെങ്കിൽ ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നുവെന്ന് ഉരുവിട്ടുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്ന, ഈശോയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സാക്ഷികളാകുന്ന ജീവിതമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പേര് കൊണ്ട്, നമ്മുടെ പേരിൽ മാത്രം ഒരു ക്രിസ്ത്യാനിയായി തീരാകരുത്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി തീരാം. ഈ 12 അപ്പസ്തോലന്മാർ ലോകത്തിൽ നൽകിയ നന്മകൾ ഇന്ന് നൽകേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാം. ഈ 12 അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥവും ഈശോയുടെ അനുഗ്രഹവും നമ്മളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ആടുകളെ കണ്ടെത്തി അവരെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നല്ല ഇടയന്മാർ പരിശ്രമിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ ഈശോയുടെ ഓരോ മക്കളെയും കണ്ടെത്തുവാനും അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനും നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും തമ്പുരാൻ തുണയാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.